നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വെറുതെ സ്കൂൾ പിള്ളേരെ പോലെ അവളോട് പറഞ്ഞു പാര വയ്ക്കാൻ നിൽക്കരുത്. വാടാ വാടാ. വക്കീലെന്താ ഇവിടെ? ഞാൻ ഇത് തരാൻ വേണ്ടി വന്നാ. അമ്മ ഉണ്ടാക്കിയതാ. തനിക്ക് ഇപ്പൊ തന്നെ കൊണ്ടു തരണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര വാശിയാ. അമ്മയുടെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും കാര്യം നടക്കണമെന്ന് പറഞ്ഞാൽ അപ്പം നടന്നിരിക്കണം. ഞാനിതും കൊണ്ട് നേരെ ഇങ്ങ് പോന്നു. എന്നാ ഞാൻ പോട്ടെ. വക്കീലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്തോ വിഷമമുള്ള പോലെ തോന്നി. എനിക്കെന്ത് വിഷമം? താൻ ക്ലാസ്സിൽ കയറാൻ നോക്ക്. വന്നായിരുന്നോ? മഹിമയ്ക്ക് പലഹാരം കൊണ്ടേ കൊടുത്തോ? എന്താടാ ആകെ വിഷമിച്ചിരിക്കുന്നത്? ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ല. ഒന്ന് പോടാ. നിന്റെ മുഖം മാറിയാ എനിക്കറിയാൻ പറ്റത്തില്ലേ? കോളേജിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ അബിയോടെ വെച്ച് കണ്ടിരുന്നു. അവനെ ഇവിടെ വെച്ച് എന്ത് മാന്യമായിട്ടാ സംസാരിച്ചത്. അവിടെ ചെന്നപ്പോ അവനാളാകെ മാറി. നിന്നെ അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, അവൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അവന്റെ കൂട്ടുകാരൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. ഞാനൊരു കേസിലെ വക്കീലാണെന്നും മഹിമ എൻ്റെ കൂടെ നടക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല എന്ന് അവന്മാർ പറഞ്ഞു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ കേസ് തോക്കുമ്പോൾ കക്ഷികളുടെ കാല് പിടിച്ച് കരയാറുണ്ടെന്നൊക്കെ അവന്മാർ പറഞ്ഞത്. ഞാൻ ആകെ തകർന്നു പോയമ്മേ. നീ അതൊക്കെ കേട്ടിട്ട് മിണ്ടാതിങ്ങ് പോന്നോ? അടിച്ച അവന്മാരുടെ മുഖം പരത്തണ്ടേ? ഹലോ, ഞാൻ മാലിട്ടിരിക്കുകയാണെന്ന് മറന്നോ? ആ, ഇത് ഇട്ടിട്ടില്ലെങ്കിലും ഒരു കോളേജിൽ കയറി അടിയുണ്ടാക്കിയാലേ അവിടുത്തെ പിള്ളേരൊക്കെ കൂടി പഞ്ഞിക്കിടും. അതുകൊണ്ട് മുഴുവൻ അപമാനവും വാങ്ങി ഞാൻ മിണ്ടാതിങ്ങ് പോന്നു. എടാ, മഹിമ ഇതൊന്നും അറിഞ്ഞില്ലേ? ഏയ്, അവൾ വന്നപ്പോഴേക്കും അവരെല്ലാം പോയി. ആ, അതേതായാലും നന്നായി. അവള് കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേനെ. നീ വിഷമിക്കണ്ടടാ. മാലയിട്ട നിന്നെ അവര് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലേ ആ പറഞ്ഞവനുള്ളത് അയ്യപ്പസ്വാമി കൊടുത്തോളൂ. ഇതിനൊന്നും അയ്യപ്പസ്വാമിയെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കാനഡയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അറേഞ്ച് ചെയ്യാം. അത് കേട്ടാ മതി. മൈമേ, മൈമേ, നിനക്കെന്ത് വട്ടു പിടിച്ചോ? വെറുതെ എന്തിനാ എന്നെ നീ തല്ലിയത്? വെറുതെയോ? നിങ്ങൾ എല്ലാവരും കൂടി വക്കീലിനോട് എന്താ പറഞ്ഞത്? ഓ, നീ അവന് വേണ്ടി ഞങ്ങളോട് വഴക്കുണ്ടാക്കി വന്നാണോ? അവൻ നിന്റെ ആരാ? അത് നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല.
നീ നിന്റെ കൂട്ടുകാരെ കുറച്ചുകൂടെ ബുദ്ധിപരമായി തെരഞ്ഞെടുക്കണം. അയാളൊരു കേസില്ലാത്ത വക്കീല, അത്രേ ഉള്ളൂ. എടാ മരവാഴേ, നീയൊക്കെ എത്ര വലിയ നിലയിലെത്തിയാലും കാശുണ്ടാക്കിയാലും നിന്റെ ചുറ്റുമുള്ള ഒരാൾക്ക് പോലും അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല. നിനക്ക് മാത്രം ഗുണം ഉണ്ടാവും. പക്ഷെ വക്കീലിനെ പോലുള്ളവർ നന്നായ ഈ നാടിന് തന്നെ ഗുണം ഉണ്ടാവും. അതാ നീയും വക്കീലും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഒരിക്കലും നിന്നെ സ്വയം വക്കീലുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. നിനക്കൊന്നും അതിനുള്ള യോഗ്യതയില്ല. എടി ഞങ്ങൾ ആണുങ്ങളാ, ഞങ്ങളുടെ മീതെ കൈവച്ചിട്ട് നിനക്ക് ഈ നാട്ടിൽ കൂടെ കൈയും വീശി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കയ്യും കാലും വീശി നടക്കും. നീ എന്ത് ചെയ്യും? എടാ, ഞാനായതുകൊണ്ട് നിനക്ക് ഹെൽമെറ്റ് കൊണ്ട് ഒരു അടിയെ കിട്ടിയുള്ളൂ. നീ വിഷമിപ്പിച്ചു വിട്ട ആൾക്കൊരു കൂട്ടുകാരനുണ്ട്, ഗിരിശങ്കർ എന്ന് പറയും. അയാളെ കുറിച്ച് ഈ നാട്ടിലൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. ഗിരിയേട്ടനെങ്ങാനും നീ ചെയ്തതറിഞ്ഞ ഇവിടെ കീറി പഠിക്കാൻ കിട്ടുന്ന അടുത്ത ബോഡി നിന്റേതായിരിക്കും. നിങ്ങളൊക്കെ പഠിക്കാൻ ഇവിടെ വന്നവരാ. ഞാനേ ജനിച്ചു വളർന്നത് ഈ നാട്ടിലാ. ഇവിടെ വന്നിട്ട് പോക്കൃത്തരം കാണിച്ച നീയൊന്നും തിരിച്ച് വീട്ടിലേക്ക് പോകത്തില്ല. മഹിമേ, അയാൾക്ക് അത്ര ഫീൽ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഐ എം സോറി. ഒന്ന് പോടാ. നീ എവിടെ പോയിട്ട് വരുക? ഗിരിയുടെ വീട്ടില്. എടീ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? അവനുമായിട്ട് നീ അകലം പാലിക്കണമെന്ന് ഡാഡി തന്നെയാണ് പറഞ്ഞത്. ഇത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിൽ അച്ഛന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. നീ ഡാഡിയെ ധിക്കരിക്കാനുള്ള പരിപാടിയാണോ? ആണെങ്കിൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഇല്ല മോനെ, എനിക്കൊരു ദുഃഖം ഉണ്ടാവില്ല. ഞാൻ ജീവിക്കാൻ നിന്നെ പോലെ അച്ഛനെ ആശ്രയിക്കുന്ന ആളല്ല. ഞാൻ വിചാരിച്ചാം ഇപ്പൊ തന്നെ എനിക്ക് എത്ര കമ്പനികളിൽ നിന്ന് വേണമെങ്കിലും ഓഫർ ലെറ്റർ കിട്ടും. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. അച്ഛന്റെ വിരൽത്തുമ്പില് പിടിച്ചു നടക്കാനുള്ള യോഗ്യത മാത്രമേ നിനക്കുള്ളൂ. അതുകൊണ്ട് നിനക്ക് അച്ഛൻ പറയുന്നത് എല്ലാം കേട്ട് നടക്കേണ്ട ഗതികേട് ഉണ്ടായിരിക്കും. എനിക്ക് അതില്ല. മോളെ, ഇവൻ പറയുന്ന പോട്ടെ. നീ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് പോയാ നാട്ടുകാരെന്തൊക്കെ പറയും? ഗോപാലേട്ട് സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാ. ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിക്കൂടെ? ഞാൻ ഗിരിയുടെ വീട്ടിൽ പോയെന്നറിഞ്ഞ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അവനൊരു മാന്യനാണെന്ന് എല്ലാവർക്കും അറിയാം.